1797 പഴശ്ശിരാജ കേരളവർമ്മ പഴശ്ശിയുടെ അധികാരം ഏറ്റെടുക്കുക. മൂപ്പുമുറ അനുസരിച്ച് അദ്ദേഹം അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാരുമായി കൈകോർത്തുകൊണ്ട് ടിപ്പു സുൽത്താനെതിരെ അദ്ദേഹം പടനയിക്കുന്നു. അങ്ങനെ ടിപ്പു സുൽത്താനെ മലബാറിൽ നിന്ന് തുരത്തുന്നതിന് ബ്രിട്ടീഷുകാരോടൊപ്പം ഇദ്ദേഹം കൈകോർക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു വ്യവസ്ഥ ഇതാണ്. ഈ ഭാഗം, അതായത് പഴശ്ശി പ്രദേശം ഉൾപ്പെടുന്ന ഈ വടക്കൻ കോട്ടയം പ്രദേശം ടിപ്പു സുൽത്താനിൽ നിന്ന് സ്വതന്ത്രമായി കഴിഞ്ഞാൽ അതിൻ്റെ ഭരണാധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ ഏൽപ്പിച്ചു കൊള്ളാം എന്നായിരുന്നു വ്യവസ്ഥ. അതായത് ടിപ്പു സുൽത്താൻ പുറത്തു പോയി കഴിഞ്ഞാൽ രാജ്യം സ്വതന്ത്രമാവുകയും അങ്ങനെ വടക്കൻ കോട്ടയം ടിപ്പു സുൽത്താൻ്റെ നമ്മുടെ പഴശ്ശിരാജയുടെ നിയന്ത്രണത്തിൽ വരികയും ചെയ്യും എന്ന ധാരണയോടുകൂടിയാണ് ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും കൈകോർത്തുകൊണ്ട് യുദ്ധം നയിക്കുന്നത്. അങ്ങനെ 1792 മൈസൂറിലെ ശ്രീരംഗപട്ടണത്ത് വെച്ച് ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് വളരെ പ്രസിദ്ധമാണ് ചരിത്രത്തിൽ. അങ്ങനെ ടിപ്പു സുൽത്താൻ മലബാറിൽ നിന്ന് വിട്ടുപോവുകയും മലബാർ സ്വതന്ത്രമാവുകയും അഥവാ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിലേക്ക് മാറുകയും ചെയ്തു. വ്യവസ്ഥയനുസരിച്ച് ഈ വടക്കൻ കോട്ടയം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക്, അതായത് കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് വിട്ടുകൊടുക്കണം. പക്ഷേ സമയമായപ്പോൾ ബ്രിട്ടീഷുകാർ കാലുമാറി.